ഞാൻ ആദ്യമായിട്ട് കുംഭമേളയ്ക്ക് പോകുന്നത് തന്നെ കേരളോർമയിലെ SFI കാലത്ത്. ആണോ? ഓ കേരളത്തിലെ ഒരു ഇടതുപക്ഷ സംഘടനാ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് വളരെയേറെ നമ്മൾ പല രീതിയിൽ പരാമർശിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വിഷയമാകുന്ന ഒന്നാണ് ഇന്ത്യൻ ആധ്യാത്മികതയിലെ പല വിഷയങ്ങളും. ഭഗവത്ഗീതയാണെങ്കിലും അതിലെ പരാമർശങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അധികം ഒരു വിമർശനാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ. സ്പിരിച്വൽ റിപ്പോർട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ അതുവരെ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും കേട്ടു തുടങ്ങി. പ്രസംഗിച്ച അതേ കാര്യങ്ങളെക്കുറിച്ച്. അതെ, അതേക്കുറിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്നാൽ നമ്മൾ ഈ യാത്രകളുടെ സമയത്ത് അപ്പോൾ നമ്മൾ അവിടുത്തെ ക്ലാസ്സുകളിൽ, കാരണം ഇവിടെ പത്രപ്രവർത്തനത്തിൻ്റെ ചെറിയ തിരക്കുകളുണ്ട്, യാത്രാ സമയത്ത് നമ്മൾ അത്തരം തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ടാണല്ലോ. അപ്പോൾ അത്തരം സമയങ്ങളിൽ ആ ക്ലാസ്സുകൾ, അവിടെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. സംസാരിക്കുമ്പോൾ നമുക്ക് കൂടി താല്പര്യത്തോടു കൂടി അത്തരം സംസാരങ്ങളിൽ നമ്മൾ ഭാഗഭാഗമായി തുടങ്ങി. അപ്പോൾ ആചാര്യന്മാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളവിടെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ സംസാരിക്കും. അങ്ങനെ നമ്മളെന്താണോ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്തെ പരിചയപ്പെടുക. അപ്പോൾ അത് ഞാൻ അതിനെ വിശ്വാസത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഭാഗമായിട്ടല്ല പറയുന്നത്, യുക്തി കൊണ്ട് അതാണ് കൂടുതൽ സമ്മതമായിട്ട് എനിക്ക് തോന്നിയത്.